കാര്യം തരൂറിന്റെ വിഷയത്തിൽ ഇന്നൊരു മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് വീക്ഷണം. ഈ ആരാച്ചർക്ക് അഹിംസാ പത്രമോ അവാർഡാണോ കൊടുക്കുന്നതെന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നിലപാടുകളെ ഈ കേരളവും രാജ്യവും അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സംരംഭ പ്രവർത്തനത്തിൽ 2,90,000 വരുന്ന സംരംഭ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2.9 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും 7 ലക്ഷത്തിലധികം ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ ലഭിച്ചു എന്നുള്ളതും വസ്തുതയാണ്. ആ വസ്തുതയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷത്തിൽ ഉള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഓരോ വക്താവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദകം. അതായത് ശരിയായ ഒരു കാര്യം കേരളത്തിൻ്റെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സംരംഭക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആ വസ്തുതയെ മറച്ചുവെക്കാൻ അവർക്കാവുന്നില്ല. അപ്പോൾ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തെയല്ല, അത് എഴുതിയ ആൾക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്. അദ്ദേഹം കൃത്യമായിട്ട് വസ്തുത വെച്ച് എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം അത് ശക്തിയായി പറയുകയും ചെയ്തു. ഞാൻ പിൻവലിക്കാനൊന്നും പോകുന്നില്ല, വസ്തുതാപരമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്, അതിനെ ഞാൻ അതേ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിച്ചു. ഇപ്പോഴേ UDFൻ്റെ കൺവീനർ, അതുപോലെ തന്നെ VD സതീശൻ, അതുപോലെ തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം മുഴുവൻ അദ്ദേഹത്തിനെതിരായിട്ട് തിരിയാണ്. വീക്ഷണ പത്രം ഇന്ന് മുഖപ്രസംഗം എഴുതി അദ്ദേഹത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശരി പറയുന്നത് എങ്ങനെയായാലും ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കും. ആ വിമർശിച്ചോട്ടെ, വിമർശിക്കാനുള്ള എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. CPMനെ രാഷ്ട്രീയമായി വിമർശിക്കാം, അതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ നിങ്ങൾ കാണേണ്ടത് കേരളം നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം ഇല്ല എന്ന് പറയണമെന്നാണ് BJPക്കാരൊരു ഭാഗത്ത് പറയുന്നത്, മന്ത്രി ഉൾപ്പെടെ. ഇല്ല എന്നുള്ള കള്ളപ്രചരണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ശരിയായ ദിശാബോധത്തോടു കൂടിയുള്ള വിശദീകരണമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. അതാ കാര്യം. അതുകൊണ്ട് ശശി തരൂർ എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് CPMന് വിമർശനമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ വിമർശനമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവ് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ CPMന് വിമർശനമുണ്ട്, രാഷ്ട്രീയമായിട്ട്. അത് രാഷ്ട്രീയമായിട്ടാണ്, വികസനപരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കേരളത്തിൻ്റെ വികസനം, കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം. അവർക്ക് നിലപാടില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു BJP ആണെന്നാണ് അവർ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പറയുക. പക്ഷേ ഇവിടെ അവർ സഖ്യമാണ്. മഴവിൽ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും BJPയും RSSും സംഘപരിവാരും ജമായത്ത് ഇസ്ലാമിയും SDPയും എല്ലാം ഒറ്റക്കെട്ടാണ് കേരളത്തിൽ. അതിന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. 6 പിന്തിരിപ്പൻ ശക്തികൾ മുഴുവൻ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട്. ഗവൺമെൻറ്റിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ തുറന്ന് അവർ പറയുന്നില്ല എന്ന് മാത്രമല്ല, അതിനെല്ലാം അവരെതിരാണ്. എല്ലാ വികസന പ്രവർത്തനത്തിനും കോൺഗ്രസ് എതിരാണ്. ഒരു വികസനവും കേരളത്തിൽ നടക്കാൻ പാടില്ല എന്നാണ് അവരുടെ ആഗ്രഹം. ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഈ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ക്രിയാത്മകമായ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, അംഗീകരിക്കുക, നിലപാട് നടപ്പിലാക്കുക, ശരിയെ അംഗീകരിക്കുക, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക. ഇതല്ലേ ജനാധിപത്യ സമൂഹത്തിലെ പ്രതിപക്ഷം. അതല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ആര്? അല്ല, ശശി തരൂരിൻ്റെ ലോകത്തെമ്പാടുമുള്ള ഒരു ബന്ധം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അദ്ദേഹം എഴുതിയിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ, വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് അദ്ദേഹം. ആ അർത്ഥത്തിലെല്ലാം ശശി തരൂരിനെ കേരളം രാജ്യവും അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യം എഴുതാൻ കഴിയുന്ന ഒരാളാണ് അയാൾ. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല.